തേനിലും മധുരമായി, തേനിലും മധുരമായി യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം മുതൽ വായിക്കാം. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, പക്ഷേ പാപത്തിൻ്റെ ദാസത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഒരു കാലത്ത് നിങ്ങൾ പാപത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും നിങ്ങൾ അടിമകളായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ വിശുദ്ധിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്കെന്ന് എന്തോ ഒരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. പഴയ കാലം ഓർക്കുമ്പോൾ, പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അടിമയായി ജീവിച്ച കാലം ഓർക്കുമ്പോൾ ഇപ്പോൾ ലജ്ജ തോന്നുന്നു. അതിൻ്റെ അവസാനം മരണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ അവസാനം മരണമാണ്, ആത്മീയ മരണമാണ്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, ഭാഗ്യം, ഇപ്പോൾ നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. വാഗ്ദത്തം, സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുന്നു. രണ്ടാമത് സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. എന്തിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, അധർമ്മത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം, ഭൂതാത്മാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ കൃപയാൽ ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. സ്തോത്രം. അനേകം ജീവിതത്തിൽ അരുതാത്തതായ കാര്യങ്ങളിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് മൂലം അത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നാം വാസ്തവത്തിൽ പാരവശ്യപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അയ്യോ, പാവം എന്നെ വിഴുങ്ങുന്നല്ലോ, പാവം മാറുന്നില്ലല്ലോ, പാവചിന്ത മാറുന്നില്ലല്ലോ, പാവത്തിൻ്റെ ആഗ്രഹം മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു ഒരിക്കലായി നമുക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനാൽ, ക്രൂശിൽ ആണികളാൽ ബന്ധിതനായതിനാൽ നമുക്ക് പാപത്തിന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇതൊരു ഒരിക്കലായി നടന്ന വസ്തുതയാണ്. അത് വിശ്വസിച്ച് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. റോമർ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു എന്ന്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം
സൗജന്യമായി ഇത്രയും നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായ നീതീകരണമാണ്, സൗജന്യമായി തരുന്നതാണ്. നമ്മുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തി കണ്ടിട്ടല്ല, സൽപ്രവൃത്തി കണ്ടിട്ടല്ല. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളൊന്നും ചെയ്തിട്ട് രക്ഷപ്പെടുകയില്ല. എന്തെല്ലാം നന്മ പ്രവൃത്തി ചെയ്താലും രക്ഷപ്പെടുകയില്ല, പുണ്യപ്രവൃത്തി ചെയ്താലും രക്ഷപ്പെടുകയില്ല, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും രക്ഷപ്പെടുകയില്ല. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദാനം മാത്രം, സൗജന്യദാനം, സൗജന്യമാണ്. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരദേശങ്ങളിൽ ഇന്ന് കേൾക്കുന്നവരെല്ലാവരും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം സൗജന്യമായി ഈ രക്ഷ നമുക്ക് തന്നിരിക്കുകയാണ്. അതെനിക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹം വരുന്നത്, ക്രിസ്തുവിനോട് സ്നേഹം വരുന്നത്. ക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ട് മാത്രമേ പാവത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പാവത്തോട് എത്ര പോരാടിയാലും ജയിക്കുകയില്ല. പാവത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്നു, അയ്യോ ഇത് വരുന്നു നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പിന്നെയും തീരുമാനമെടുക്കുന്നു, പക്ഷെ പിന്നെയും വീഴുന്നു, പിന്നെയും നിരാശ വരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാവുന്ന ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം സൗജന്യമായി തരുന്ന കൃപ നാം കൈനീട്ടി വാങ്ങുകയാണ് വേണ്ടത്. വേറെ ഒന്നും വേണ്ട. നിങ്ങളൊന്നും ചെയ്യണ്ട, ഒരു പുണ്യപ്രവൃത്തിയും ചെയ്യേണ്ടെന്നല്ല, അതല്ല രക്ഷയ്ക്ക് ആവശ്യം. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാം കർത്താവ് ക്ഷമിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും കർത്താവെ ക്രൂശിൽ മരിച്ചതിൻ്റെ ആ പുണ്യ രക്തത്താൽ കർത്താവെ എൻ്റെ പാപങ്ങളെല്ലാം കഴുകപ്പെട്ടെന്ന് വിശ്വസിക്കുകയും ഇനി ഞാനൊരു പുതിയ മനുഷ്യനായി തീരുകയും ചെയ്യുമെന്നുള്ള ഒരു ദൃഢമായ പ്രതിജ്ഞ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പിന്നെ പാപം അലട്ടുകയില്ല, പിശാച് അരികത്ത് വരികയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, ക്രിസ്തുവിൻ്റെ ദാസ്യത്തിലേക്ക് നാം വരികയാണ്. ക്രിസ്തു വരുന്ന സ്വാതന്ത്ര്യം നേടുകയാണ്. മരുഭൂമിയിൽ കൂടി പോകുന്ന ജനത്തിന് അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിസർപ്പം അന്ന് ഇസ്രായേൽക്കാർ മരുഭൂമി യാത്ര ചെയ്യുന്ന സമയത്ത് തീ പോലെ ഇങ്ങനെ പാളിപ്പോകുന്ന പാമ്പുകൾ ഓരോരുത്തരെയും കടിക്കുന്നു. ജനം കരഞ്ഞു, കൂട്ടത്തോടെ മരിക്കുന്നു. മോശ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മാത്രം മതി, അങ്ങ് മരുഭൂമിയുടെ മധ്യത്തിൽ, പാളയത്തിൻ്റെ മധ്യത്തിൽ ഒരു കൊടിമരം നട്ടുക, അതിൽ ഒരു പിച്ചള കൊണ്ട്, താമരം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അവിടെ കെട്ടിത്തൂക്കുക. ദൈവത്തിന് സ്തോത്രം. അത് അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. അങ്ങ് ദൂരെ അവിടെ അങ്ങ് ദൂരെ മുകളിൽ ഒരു പിച്ചളപ്പാമ്പിലേക്ക് നോക്കിയാൽ ആ പാമ്പ് ഒരു വെറും ലോഹമല്ലേ, അതിലേക്ക് നോക്കിയാൽ എങ്ങനെ രക്ഷപ്പെടും? ആർക്കും മനസ്സിലായില്ല. മോശ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ പിന്നിൽ. വചനം ദൈവം പറഞ്ഞിട്ടാണ് ചെയ്തത്, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം ആ സർപ്പത്തെ, പിച്ചള സർപ്പത്തെ നാട്ടിയത് കൊണ്ട് അതിലേക്ക് നോക്കിയാൽ മാത്രം മതി എന്നാണ് ദൈവം പറഞ്ഞത്. നോക്കുന്നു, ഓരോരുത്തരോട് നോക്കുന്നവർ സുബോധം പ്രാപിക്കുന്നു. മരിക്കാറായവരുണ്ട്, മരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ബോധം കെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുന്നു. എന്തൊരത്ഭുതം! ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ പിന്നിൽ. ദൈവത്തിൻ്റെ അതേ വചനം തന്നെ പറയുന്നത്, ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുക, ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുക, ക്രൂശിക്കോടെ ക്രിസ്തുവിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവരെ, നോക്കുവാൻ ആർക്കും പ്രയാസമില്ലല്ലോ, നോക്കാമല്ലോ, നോക്കാം. കർത്താവെ, ഇത്രയും കാലം ഞാൻ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു, ഇത്രയും കാലം പിശാചിന് ചൊൽപ്പടിക്ക് നിന്നിരുന്നു, ഇത്രയും കാലം പൈശാചികൻ്റെ ആലോചന നടന്നിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ക്രൂശിലേക്ക് നോക്കുന്നു. ക്രൂശിൽ എനിക്ക് വേണ്ടി പരമയാഗമായ ക്രിസ്തുവിലേക്ക് ഞാൻ നോക്കുന്നു. ദൈവത്തിന് സ്തുതി. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്ത് കഴിയുമ്പോഴേക്കും ദൈവം അത്ഭുതകരമായി നിങ്ങൾക്ക് ഒരു വിടുതൽ തരുന്നു. നിങ്ങളുടെ ഹൃദയത്തിലൊരു ശാന്തത കിട്ടുന്നു, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു. അങ്ങനെ ഒരു ജീവിതം ക്രിസ്തുവിനായിട്ട് സമർപ്പിക്കുന്നതായി ജീവിതം വരുമ്പോഴാണ് നിങ്ങൾ ഭാഗ്യശാലിയായിത്തീരുന്നത്. അപ്പോഴാണ് നിത്യജീവൻ്റെ അവകാശം കിട്ടുന്നത്. പാപത്തിൻ്റെ ദാസത്തിൽ സ്വാതന്ത്ര്യം കിട്ടി. ഇന്ന് നാം ഓരോരുത്തരും ഇത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സ്വന്തമാക്കണം. ഇത് ഇത്രയും കാലം ഞാൻ അനുഭവിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇത്രയും കാലം എനിക്ക് അത് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് നാം തളരേണ്ട ആവശ്യമില്ല. ലഭിച്ചില്ല, ശരി, ഞാനത് വിശ്വസിച്ചില്ല, ശരി, പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു എൻ്റെ പാപം മുഴുവൻ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നും കേൾക്കുന്ന കാര്യമല്ലേ ഇത്, പുതിയ കാര്യമല്ലല്ലോ. യേശു ക്രിസ്തു എൻ്റെ പാപം വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പുതിയ സൃഷ്ടിയാണ്. ആ ഒരു ഉറപ്പിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിൽ കൂടി നിങ്ങൾക്ക് പാപത്തെ ജയിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ദാസത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ കിട്ടാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, ഭൂതാത്മാക്കളിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന് എല്ലാം വിടുതൽ പ്രാപിക്കുന്ന അനുഗ്രഹീതമായ സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗം ചിന്തിക്കാം. ഗലാത്യലേഖനം 4-8 വാക്യം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു.
അടിമത്വമുണ്ട്. പക്ഷേ ദൈവങ്ങളില്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവത്താൽ ദൈവങ്ങളില്ലാത്തവർക്ക് നിങ്ങൾ അടിമപ്പെട്ടിരുന്നു. അനേകരും ദൈവങ്ങളില്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്നു. പാവത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, ശാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, പിശാചിന് അടിമപ്പെട്ടിരിക്കുന്നു. വിവിധ രീതിയിലുള്ള അടിമത്വമുണ്ട്. എന്നാൽ അതുമാത്രമല്ല, ദൈവങ്ങളില്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അനേകരും നമ്മുടെ കൂട്ടായ്മ വരുന്നവർ പോലും ദൈവങ്ങളില്ലാത്തവർക്ക് അടിമപ്പെട്ടവരാണ്. പല ദുഷ്പരിചയങ്ങളും പല ദുരാചാരങ്ങളും പല അന്ധമായ ആചാരങ്ങളും എല്ലാം ഇന്നും പലരുടെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ജാതകം ഒഴിക്കുന്നവരില്ലേ? ജാതകം ഇന്നും ജ്യോത്സ്യനെടുക്കുന്ന ജാതകം ഒഴിക്കുന്നവരില്ലേ? ഇന്നും രാഹുകാലം നോക്കുന്നവരില്ലേ? ഇന്നും ലക്ഷണം നോക്കുന്നവരില്ലേ? ഇന്നും വാരഫലം നോക്കുന്നവരില്ലേ? ഇന്നും കൈരേഖ നോക്കുന്നവരില്ലേ? ഒരുപക്ഷെ അധികം പേരൊന്നും കാണുകയായിരിക്കില്ല, നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നില്ല, അധികം പേര് കാണുകയായിരിക്കില്ല. എങ്കിലും ഉണ്ട്. ഇന്നും പലതും നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില ദുർവാസനകളാണ് അവയെല്ലാം. പല ദുരാചാരങ്ങളും പല അരുതാത്തതായ കർമ്മ പരിപാടികളും ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ശകുനം നോക്കുക. അതൊക്കെ ഇന്ന് വളരെ താണ നിലവാരമാണ്. അതൊന്നും അല്പം ബോധമുള്ളവരാരും ചെയ്യുന്നതല്ല. എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ശകുനം കാണുക, അല്ലെങ്കിൽ നല്ല ശകുനം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ ഇറങ്ങി പോകുക എന്നൊക്കെ പറയുന്നതൊക്കെ എത്രയോ വേണ്ടാത്തതായ കാര്യങ്ങളാണ്. വിവാഹത്തിന് മണവാട്ടി വരുമ്പോൾ എതിരേൽക്കാൻ ഒരു കുട പിടിച്ചുകൊണ്ട് പഴയ പിച്ചാത്തി എളിയിൽ തിരികൊണ്ട് അങ്ങനെ ചെന്ന് മണവാട്ടിയും കൂട്ടിക്കൊണ്ട് വരുന്നതായ രീതികളും ഇതെല്ലാം, ഈ സമ്പ്രദായങ്ങളെല്ലാം വെറും വിഡ്ഢിത്തമാണ്, മൂഢത്വമാണ്. നമ്മുടെ ഈ നാടുകളിലൊക്കെ അതുള്ളൂ. മറ്റു പല നാടുകളിലും അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിലുള്ള ആളുകൾക്ക് ഇതെല്ലാം തെറ്റാണെന്ന് പോലും അറിയാൻ പാടില്ല. തെറ്റായ ചില പരിചയങ്ങൾ, തെറ്റായ ചില ശീലങ്ങൾ, തെറ്റായ ചില വാസനകൾ അത് ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അതിനെ വ്യക്തമായി പറയുന്നു. ഇതെല്ലാം കേട്ടിട്ടും പലർക്കും മനസ്സിലാകുന്നില്ല. നമുക്ക് വായിക്കാം. ലേവ്യാപുസ്തകം 19-ാം അധ്യായം 19-ാം അധ്യായത്തിൽ 26-ാം വാക്യം മുതൽ വായിക്കാം. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്, ആഭിചാരം ചെയ്യരുത്, മന്ത്രവാദം ചെയ്യരുത്. ആഭിചാരം ചെയ്യരുത്. മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, ആഭിചാരം ചെയ്യരുത്. മുഹൂർത്തം നോക്കരുത്, നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതുപോലുള്ളതായ വൃത്തികേടുകൾ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും അതെല്ലാം ദോഷമാണെന്ന് അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ എല്ലാം പിന്നിൽ പിശാചിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. മുഹൂർത്തം നോക്കുക, ശകുനം നോക്കുക, താടിയുടെ അറ്റം ചുറ്റും വിളമ്പ് പിടിക്കുക, ഫാഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് തലമുടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാഷൻ ഭ്രമം. ഇന്ന് അനേകം ആളുകൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഫാഷൻ ഭ്രമം വന്നിരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ ഫാഷനോട് നടക്കണമെന്നൊക്കെയാണ് ചിന്ത. മറ്റാരും ചെയ്യാത്തതുപോലൊക്കെ ചെയ്താൽ വലിയൊരു മേന്മയാണെന്നാണ് ധരിക്കുന്നത്, വലിയൊരു ആഡംബരമാണെന്ന് ധരിക്കുന്നത്. തെറ്റായ ചിന്താഗതികളാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ താടിയേറ്റം വിരൂപമാക്കുക. ഇന്ന് പല ചെറുപ്പക്കാരും താടിയേറ്റം, ഇവിടെ ഈ തടിയുടെ ഈ ഭാഗത്ത് അവിടെ മാത്രം കുറച്ച് താടി രോഗം നിർത്തും, ബാക്കിയെല്ലാം നല്ലപോലെ ഷേവ് ചെയ്ത് കളയും. അതെല്ലാം ഒരു ഭംഗിയാണെന്ന് വിചാരിക്കുന്നത്. എല്ലാം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണ്, ഇന്ത് ലോകത്തിനനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് തോന്നും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവം വെറുക്കുന്നതാണ്. വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്, താടിയേറ്റം വിരൂപമാക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് വിശുദ്ധമായും സംശുദ്ധമായും വളരെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആവർത്തന പുസ്തകം എടുക്കാം, 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം ജാതികളുടെ മ്ലേച്ഛതകളാണ്. ജാതികളുടെ മ്ലേച്ഛതകൾ അത് നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ, മഷിയിട്ട് നോക്കുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു.
മനുഷ്യൻ വേണമെങ്കിൽ ചിന്തിക്കാം, ഇതെൻ്റെ ശരീരത്തിലുള്ള കാര്യമല്ലേ, അതിൽ പുറമേ എൻ്റെ ശരീരത്തിൽ താടി രോമങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മീശയോ അതൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് എനിക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യമല്ലേ എന്ന് തോന്നാം, ചെറുപ്പക്കാർപ്പെട്ടത് ഇങ്ങനെ തോന്നാം. പക്ഷേ അതെല്ലാം അപകടമായി തീരും, നമ്മുടെ ആത്മാവിന് കേടായിത്തീരും. അങ്ങനെയുള്ള സമ്പ്രദായങ്ങളിലേക്ക്, ജാതീയ സമ്പ്രദായങ്ങളിലേക്ക് നാം പോകരുത്. അവിശുദ്ധമായി, വിശുദ്ധമല്ലാത്തതായി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. അതാണ് പറഞ്ഞത്. ഗലാത്യ ലേഖനം 4:8 വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ദൈവങ്ങളല്ലാത്തവർക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സാങ്ക്ടിറ്റി വേണം, ജീവിതത്തിൽ ഒരു വിശുദ്ധി വേണം. സാങ്ക്ടിറ്റി, ജീവിതത്തിൽ വളരെ വളരെ കൃത്യമായ വിശുദ്ധി വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ശരീരത്തിലൊരവയവത്തിൽ പോലും അവിടെ പിശാച് അവകാശം പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ള ശരീരമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. മരിച്ചു, ഉൺമറിഞ്ഞു, അത് കഴിഞ്ഞ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. ഈ ശരീരത്തിലെ ഒരവയവത്തിലും നിങ്ങൾ ദോഷം സംഭവിക്കാൻ ഇടവരുത്തരുത്. അവയവത്തിന് പിശാച് അവകാശം പറയാൻ ഇടവരുത്തരുത്, ഒരവയവത്തിൽ പോലും. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചാൽ കാണും, നിങ്ങളുടെ ഓരോ അവയവങ്ങളും നിങ്ങൾ ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കൂ. ഇന്ന് പിശാച് അവകാശം പറയുന്നത് എന്തെല്ലാമാണ് നിങ്ങളുടെ ഓരോ അവയവങ്ങളിലുള്ളത്. നാവിൽ, സംസാരത്തിൽ, ഒരു നിയന്ത്രണമില്ലാത്ത സംസാരങ്ങൾ, കരുതലില്ലാത്ത സംസാരങ്ങൾ, മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന സംസാരങ്ങൾ, മറ്റുള്ളവർ തരതാഴ്ത്തുന്ന സംസാരങ്ങൾ. ഒരുപക്ഷേ തമാശ പോലെയാണ് പറയുന്നത്, പക്ഷേ അത് പൊട്ടച്ചൊല്ലും കളിവാക്കുമായി തീരുന്നു. ഇതെല്ലാം ദോഷമാണ്. വ്യാജം പറയുന്നു. നമ്മുടെ നാവ്, ഒരൊറ്റ നാവ് കൊണ്ട് തന്നെ എന്തെല്ലാം തെറ്റുകളാണ് വരുന്നത്. യാക്കോബിൻ ലേഖനം 3 നാം പഠിച്ചപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നത് 3 മുഴുവൻ നാവ് കൊണ്ടുവരുന്ന പാവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ ലേഖനം 3 നാവ് അടങ്ങാത്ത ദോഷം എന്നാണ് പറയുന്നത്. നാവ് അടങ്ങാത്ത ദോഷം, അത് അടക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. കുതിരയെ കടിഞ്ഞാണം കൊണ്ട് അമർത്താം, പക്ഷേ നാവിനെ അടക്കാൻ ആർക്ക് സാധ്യമല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ നാവ് അത് കരുതലോടുകൂടിയാണ് നാം ഉപയോഗിക്കുന്നത്. നമ്മുടെ നാവ് വിശുദ്ധിയോടുകൂടിയാണ് ഉപയോഗിക്കുന്നത്. നാവിൽ ഒരു അക്ഷരത്തിൽ പോലും തെറ്റുപറ്റുന്ന നിർബന്ധമൊക്കെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. എൻ്റെ നാവ് 1 യേശുവിനെ സ്തുതിക്കാനുള്ളത്, 2 യേശുവിനെ സാക്ഷിക്കാനുള്ളത്. സ്തോത്രം. ഇതിനേ ഉള്ളൂ. ഈ നാവ് ഒന്നുകിൽ യേശുവിനെ സ്തുതിക്കുക, അല്ലെങ്കിൽ ഈ നാവ് യേശുവിനെ സാക്ഷിക്കുക. ഇതാണ് നാവ്. നമ്മുടെ നാവ് അങ്ങനെ മാത്രമേ ഉപയോഗിക്കാവൂ. ആരെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്, ആരെയും താഴ്ത്തുന്ന വാക്കുകൾ പറയരുത്, ആരെയും അവഗണിക്കുന്ന വാക്കുകൾ പറയരുത്, ആരെയും തുച്ഛീകരിക്കുന്ന വാക്കുകൾ പറയരുത്. ഈ നാവ് അതിനുള്ളതല്ല. നാവ് ദൈവത്തെ സ്തുതിക്കാനുള്ള നാവാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വർണ്ണിക്കാൻ, ദൈവത്തെ സാക്ഷിക്കാനുള്ള നാവാണ്. നമ്മുടെ ഓരോ അതുപോലെ നിങ്ങൾ നോക്കണം, ഒന്നൊന്നായി ശോധന ചെയ്യണം. അതാണ് ഈ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. പ്രാർത്ഥന സമയത്തിരുന്ന് ഓരോന്നായി ചിന്തിക്കണം. എൻ്റെ ഈ അവയവങ്ങൾ ഏതിലെങ്കിലും പാവം വന്നുവോ? എവിടെയെങ്കിലും പിശാച് കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടോ? ദുഷ്ടപിശാചുക്കൾ അട്ട കടിച്ചു തൂങ്ങുന്ന പോലെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ട്. ജീവരക്തം വലിച്ചു കുടിക്കാൻ പിശാചുക്കൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടോ? ഇവിടെ എൻ്റെ ഏത് അവയവത്തിലാണ് പിശാച് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നോക്കൂ, ലജ്ജ വരും. ഓരോന്ന് ഓർത്താൽ നമുക്ക് ലജ്ജ വരും. അയ്യോ, ഞാൻ എവിടെയെല്ലാം പാവം ചെയ്തു പോയി, എന്തെല്ലാം തെറ്റാണ് സംഭവിച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ പിടിയെല്ലാം മാറണം. പിശാചിൻ്റെ കയ്യിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഒരു കാര്യത്തിലും പിശാചിന് അവകാശം പറയാൻ ഉണ്ടായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവയവങ്ങളെ ഇന്ന് ആ ദൈവങ്ങളില്ലാത്തവർക്ക് അടിമപ്പെടുത്താൻ വിട്ടുകൊടുക്കരുത്. 8 വാക്യം വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പിന്നെയും പഴയതിലേക്ക് പോയി വീണ്ടും അവയ്ക്ക് അടിമപ്പെടുന്നതിന് എന്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? നിങ്ങളെ ദൈവം അറിഞ്ഞു, ദൈവം നിങ്ങളെ അറിഞ്ഞു. നിങ്ങൾ ഇനിയും പഴയതിലേക്ക് പോകരുത്, പഴയതിലേക്ക് തിരിയരുത്, പഴയ ബന്ധനങ്ങളിലേക്ക് പോകരുത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ദൈവങ്ങളില്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം അബദ്ധങ്ങളാണ് ഇന്ന് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്രായത്തിൽ ഇവിടെ ദുരിതവും ദുഃഖവും എല്ലാം വേദനയുമായിരുന്ന ആ കാലങ്ങളിൽ അമ്മ നേർന്നു. പിറവംപള്ളിയിൽ പോയി 3 വൈദ്യങ്ങളെ നേർച്ച കഴിക്കണമെന്ന്. എനിക്ക് 12 വയസ്സ് പ്രായത്തിലാണ് ഞാനത് ചെയ്യാൻ പോയത്. ഇവിടെ അടുത്ത ഒരു വല്യപ്പൻ, അദ്ദേഹം ജോലി കാര്യങ്ങളൊക്കെ സഹായിക്കാനുള്ള ആളാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് കോഴിയും
അതിന് മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് നടന്ന് പിറവം വരെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പിറവം പള്ളിയിലെ 3 വൈദ്യങ്ങളുടെ നേർച്ച, കുന്നിക്കുട്ടി പള്ളിയിലെ 3 വൈദ്യങ്ങളുടെ നേർച്ച. കുന്നിക്കുട്ടി പള്ളിയിൽ അവിടെ ഗീവരി സഹതായിക്ക് പാമ്പും പുറ്റും നേർച്ച അർപ്പിക്കുക. പാമ്പും പുറ്റും ലോഹം കൊണ്ട്, ചെമ്പ് കൊണ്ടോ പിന്നെ അതിൻ്റെ മുട്ട വെള്ളി കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി അതെല്ലാം കൊണ്ടുപോയി മൂപ്പരുടെ അടുക്കൽ പോയി ഉണ്ടാക്കി അത് കൊണ്ടുപോയി അവിടെ ചെന്ന് ഭരണത്തിലിടുക, ആൾ രൂപം ഭരണത്തിലിടുക. ഇതെല്ലാം വ്യർത്ഥമായ കാഴ്ചകളാണ്. ദൈവം പ്രസാദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതിൽ നിന്നെല്ലാം നാം വിട്ടുമാറേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നു എനിക്കറിയാൻ പാടില്ല. ചിലരെങ്കിലും ചിലപ്പോൾ തെറ്റിച്ച് വിളിക്കുന്നുണ്ടാകും. ഇതെല്ലാം പാവമാണ്, അധർമ്മമാണ്, ജാതീയ സമ്പ്രദായങ്ങളാണ്. ജാതീയ സമ്പ്രദായങ്ങളിൽ നിന്ന് മാറുക. എല്ലാറ്റിൽ നിന്നും അങ്ങനെയുള്ളതായി പിശാച് അവകാശം അറിയുന്ന എല്ലാറ്റിൽ നിന്ന് മാറുക. ദൈവത്തിൻ്റെ കാര്യമല്ലെന്ന് ചിന്തിക്കും. കുരിശ് കൊണ്ടുവന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും നടക്കലിൻ്റെ ചുവട്ടിലെല്ലാം കുരിശ് കുഴിച്ചിടും. ഇതിനെ പിശാച് വരാതിരിക്കാൻ എന്നാണ് പറയുന്നത്. എല്ലാം വിഗ്രഹസേവയാണ്. കുരിശ് നല്ലതാണ്, പക്ഷേ കുരിശ് നിങ്ങളുടെ വീടിൻ്റെ അടിയിൽ ഇട്ട് എന്നുള്ള പ്രയോജനമില്ല. കുരിശ് നിങ്ങളുടെ ഹൃദയത്തിലാണ് വരേണ്ടത്. ക്രൂശ് തന്നെ നിങ്ങളുടെ ഹൃദയത്തിലാണ് വരേണ്ടത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. ഇതിങ്ങനെയുള്ള ചില കർമ്മ പരിപാടികൾ കൊണ്ട് ദൈവം പ്രസാദിക്കില്ലെന്ന് മാത്രമേ ദൈവം ദുഃഖിക്കും. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കോപം വരും. അതുകൊണ്ട് ഇതൊന്നും ആളുകൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അനേകർക്ക് അറിഞ്ഞുകൂടാ. ഇന്നും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അനുഭവപ്പെട്ട അനേകം പേര് നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. അനേകം പേര് ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ അനുഭവപ്പെട്ട് കിടക്കുന്നവർ, ദൈവങ്ങളില്ലാത്തവർക്ക് അനുഭവപ്പെട്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നേഹിതരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് തിരുത്താനെന്ന്. അധർമ്മത്തിന്, ദൈവങ്ങളില്ലാത്തവർക്ക് അനുഭവപ്പെട്ടതായ അധർമ്മത്തിന് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായി നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എന്തെല്ലാം ഉണ്ട്. എല്ലാം തൂത്തെറിയണം, എല്ലാം പറിച്ചെറിയണം. കർത്താവിന് സ്തോത്രം. എല്ലാ വർഷവും ഒരു ദിവസം, മിക്കവാറും അത് ഈസ്റ്ററിൻ്റെ ദിവസമാണ്, ഉയർപ്പ് പെരുന്നാളിൻ്റെ ദിവസം, അന്ന് ഇവിടെ നേർച്ച കഴിക്കുമായിരുന്നു. ഊട്ട് കഴിക്കുമായിരുന്നു. ഊട്ട് കഴിക്കുന്നത് ഗീവരി സഹതായിക്ക് ഉള്ള ചാത്തമാണ്. ഗീവരി സഹയുടെ ചാത്തം കഴിക്കുന്നു, ഊട്ട് കഴിക്കുക. അതെല്ലാം അന്നൊക്കെ അതാണ് ഭക്തി എന്നൊക്കെ വിചാരിച്ചിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്ത് ഭക്തിയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ദൈവം കൃപ ചെയ്ത് എനിക്ക് മാനസാന്തരം കിട്ടിയതിന് ശേഷം അതങ്ങ് നിർത്തിക്കളഞ്ഞു. അത് വേണ്ട എന്ന് വെച്ചു. അമ്മയ്ക്ക് ആദ്യം പേടിയായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചാൽ തെറ്റല്ലേ എന്നൊക്കെയായിരുന്നു അമ്മ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ അതുകൊണ്ട് വളരെ ശക്തമായി തന്നെ ആ കാര്യത്തിൽ ഞാൻ നിന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെയുള്ള വേണ്ടാതനങ്ങളെല്ലാം മാറി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാറിയോ? പോയില്ല. അതുകൊണ്ട് മാറിയാലും ഹൃദയം നന്നാവണ്ടേ? ഹൃദയം നന്നാവണമെങ്കിൽ പരിശുദ്ധാത്മ വരണ്ടേ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അധർമ്മം മാറണം, ദൈവങ്ങളില്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കുന്ന അടിമത്തം മാറണം, ദാസ്യം മാറണം. നമ്മുടെ ജീവിതത്തിൽ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരണം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. കർത്താവായ യേശു ക്രിസ്തു സ്വാതന്ത്ര്യം തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒറ്റ കാര്യം ആദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? നോക്കട്ടെ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് പറയണ്ട, തനി ചിന്തിക്കും. ഏതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്? മുമ്പ് നിങ്ങൾ അനുഭവപ്പെട്ടിരുന്ന ഏതെല്ലാം ചീത്ത ശീലങ്ങളിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്? ചീത്ത ദുസ്വഭാവങ്ങളിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാവ് ഒരിക്കലും ശപിക്കരുത്. ആരെയും ശപിക്കരുത്. ആർക്കും ദോഷം നിരൂപിക്കരുത്. ശപിക്കരുത്. കാരണം നിങ്ങൾ ശപിച്ചാലും ആർക്കൊരു ദോഷം വരികയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ശാപം ഫലിക്കുകയുള്ളൂ. എത്ര മഹോന്നതനായ വ്യക്തിയായെങ്കിലും, എത്ര പരമാധ്യക്ഷനായ വ്യക്തിയായെങ്കിലും അദ്ദേഹം ശപിച്ചാലും ഒരു ദോഷവും സംഭവിക്കുകയില്ല. കാരണം ശാപം ഫലിക്കണമെങ്കിൽ കാരണം വേണം. കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് ശപിക്കാനുള്ള നാവല്ല, അത് വ്യാജം പറയാനുള്ള നാവല്ല, അതാരെയും കളിയാക്കാനുള്ള നാവല്ല, അതാരെയും പുച്ഛിക്കാനുള്ള നാവല്ല, അതാരെയും പരിഹസിക്കാനുള്ള നാവല്ല. നമ്മുടെ നാവ് ആരെയും കുറ്റപ്പെടുത്താനുള്ള നാവല്ല, ഏഷണി പറയാനുള്ള നാവല്ല. വളരെ 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 കരുതലോടെ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങളെ ഇന്ന് സമർപ്പിക്കാൻ സാധിക്കുമോ? റോമർ ലേഖനത്തിൽ നാം കണ്ട വാക്യം ഒന്നുകൂടി, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസൻ. അനുസരിക്കുക, ദൈവത്തിനനുസരിക്കുക. അപ്പോൾ ദൈവനീതി ലഭിക്കും. ദൈവത്തിന് നീതി ലഭിക്കും. അപ്പോൾ പാപത്തിൻ്റെ ദാസത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. സ്വതന്ത്രരായിത്തീരുന്ന ഭാഗ്യം. അയ്യോ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്തൊരു സ്വാതന്ത്ര്യമാണെന്നോ, എന്തൊരു സുഖമാണെന്നോ. പാവമെല്ലാം നമ്മിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ എന്തൊരു സ്വസ്ഥതയാണെന്നോ, എന്തൊരു സമാധാനമാണെന്നോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ എരിവരിക്കൊള്ളുന്നവരുണ്ട്, ദുരിതം അനുഭവിച്ച് വലയുന്നവരുണ്ട്, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ അഴലുന്നവരുണ്ട്, ഭർത്താവിൻ്റെ മൃഗീയമായ മർദ്ദനത്തിന് മുന്നിൽ അലമുറ കരയുന്നവരുണ്ട്. ഇന്ന് ഭർത്താവ് ജോലിയും ചെയ്യില്ല,
ഭാര്യയുടെ ശമ്പളം കൊണ്ട് ജീവിതം നയിക്കും, ഒപ്പം ആ ഭാര്യയെ തല്ലുകയും ചെയ്യും. ഭാര്യയുടെ ശമ്പളം കൊണ്ട് മദ്യപിക്കാൻ പോകും, എന്നിട്ടൊന്ന് ഭാര്യയെ തല്ലുകയും ചെയ്യും. എത്രയോ പേരാണ് കഷ്ടപ്പെടുന്നത്, എത്രയോ പേര്. ദൈവമേ, നമ്മുടെ നാട് മുടിയുന്നല്ലോ, അനേകം കുടുംബങ്ങൾ കരയുന്നല്ലോ, കുടുംബങ്ങൾ കരയുന്നു, വ്യക്തികൾ യാതനയേറ്റ് പിടയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തു വേണം? ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അശുദ്ധ ശീലങ്ങളിൽ നിന്ന് മാറുക, വേണ്ടാത്ത സ്വഭാവങ്ങളിൽ നിന്ന് മാറുക. നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുക. പാപത്തിൻ്റെ ദാസ്യത്തിൽ മോചനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ ദാസ്യത്തിലേക്ക് വരിക. അതിന് നിങ്ങൾ ഇന്നൊരു പുതിയ സമർപ്പണം എടുക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുക. കർത്താവിനോട് വാക്ക് പറയുക, കർത്താവേ, ഞാൻ ഇന്ന് എൻ്റെ ഓരോ അവയവം പ്രതിയായുള്ള ബന്ധനങ്ങൾ അഴിയുവാൻ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. മുഴുവൻ ബന്ധനങ്ങൾ അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നുണ്ട്. വചനം കേട്ട ഈ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ വചനത്താൽ ഈ മക്കളെ അവിടുന്ന് ഉണർത്തുകയും ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തവർ വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.